നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ടെൻസസിനെ കുറിച്ച് പഠിക്കുകയാണല്ലേ. അതിൽ നമ്മൾ കണ്ടു പ്രസന്റ് ടെൻസിൻ്റെ ഫോംസ് ഒക്കെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആൻഡ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. സോ ടുഡേ വിൽ ഡിസ്കസ് അബൌട്ട് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നമുക്ക് ആദ്യം എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് മനസ്സിലാക്കാം. See here, the present perfect continuous tense indicates an action that started in the past and is still continuing in the present. അതായത് ഭൂതകാലത്തിൽ തുടങ്ങിയിട്ടുള്ളതും വർത്തമാനകാലത്തിൽ ഇപ്പോഴും തുടരുന്നതുമായിട്ടുള്ള ഒരു ആക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ കാലത്ത് ആരംഭിച്ചതും എന്നാൽ ഇപ്പോഴും തുടരുന്നതോ നിലനിൽക്കുന്നതോ ആയ പ്രവർത്തനങ്ങളെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതായത് പാസ്റ്റിൽ തുടങ്ങിയിട്ട്, അതായത് കഴിഞ്ഞ കാലത്ത് തുടങ്ങിയിട്ട് ഇപ്പോഴും പ്രസന്റ് സിറ്റുവേഷനിൽ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോമാറ്റ്, രൂപം എന്താണെന്ന് നോക്കാം. See here, it says subject plus has or have plus been plus verb plus ing. അതായത് സബ്ജക്റ്റിൻ്റെ കൂടെ ഹാസ് ഓർ ഹാവ് വേണം, അതിൻ്റെ കൂടെ ബീൻ BWN, അതിൻ്റെ കൂടെ ing ഫോം ഓഫ് ദ verb, അതിൻ്റെ കൂടെ വെർബിൻ്റെ ing ഫോം. അതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോമാറ്റ്. അതായത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് verb പ്ലസ് ing. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലേ, ഹാസ് എപ്പോഴാണ് ഉപയോഗിക്കുക? ഇഫ് ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ, അല്ലെങ്കിൽ ഹി, ഷീ, ഇറ്റ്. പിന്നെ സിംഗുലർ സബ്ജക്ട്സ്, അതിൻ്റെ കൂടെയാണ് നമ്മൾ ഹാസ് ഉപയോഗിക്കേണ്ടത്. എപ്പോഴാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത്? ഇഫ് ദ സബ്ജക്റ്റ് ഈസ് പ്ലൂറൽ, സബ്ജക്റ്റ് ബഹുവചനമാകുമ്പോഴും സബ്ജക്റ്റ് ഐ, യു, വി ഇവയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഹാവ് ഉപയോഗിക്കേണ്ടത്. Now let's see some examples. I have been working in Delhi. I have been working in Delhi for the past 1 year. ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്യുകയാണ്. ഇത് നോക്കൂ, അതായത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്യുകയാണ്. അതായത് ഒരു വർഷം മുമ്പ് ഞാൻ ജോലി സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോഴും ഞാൻ ആ ജോലി കണ്ടിന്യൂ ചെയ്യുകയാണ്. അതായത് മുമ്പ് തുടങ്ങി, പാസ്റ്റിൽ തുടങ്ങിയിട്ട് പ്രസൻറ്റിലും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സെൻറ്റൻസസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എക്സ്പ്രസ് ചെയ്യേണ്ടത്. അതെങ്ങനെ എഴുതാം നമുക്ക്? ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ഡൽഹി ഫോർ ദ പാസ്റ്റ് 1 year. അതായത് ഐ, നമുക്കറിയാമല്ലേ, ഐൻ്റെ കൂടെ എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ? ഹാവ്. പിന്നെ നമ്മുടെ ഫോമാറ്റിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ബീൻ വേണം അല്ലേ. ഐ ഹാവ് ബീൻ, പിന്നെ വെർബിൻ്റെ ing ഫോം. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ഡൽഹി ഫോർ ദ പാസ്റ്റ് 1 year. സോ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Let's see another one. I have been waiting for you since today morning. ഞാൻ ഇന്ന് രാവിലെ മുതൽ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് രാവിലെ മുതൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സോ എങ്ങനെ എഴുതാം അത്? I have been waiting for you since today morning. ഞാൻ ഇന്ന് രാവിലെ മുതൽ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സോ I is a subject. I സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ have യൂസ് ചെയ്തു, I have. പിന്നെ നമ്മൾ എന്ത് വേണം? ബീൻ യൂസ് ചെയ്യണം അല്ലേ. പിന്നെ വെർബിൻ്റെ ing ഫോം. സോ വെയിറ്റിംഗ്, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് ടുഡേ മോർണിംഗ്. ഞാൻ ഇന്ന് രാവിലെ മുതൽ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് സീ അനദർ വൺ. ദേ ഹാവ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ ഫോർ എ ലോങ് ടൈം. അവർ കുറേ നേരമായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായി എന്ന് പറയുമ്പോൾ ഇപ്പം മാത്രമല്ലല്ലേ. ഇപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ നൗ. ഇപ്പോൾ അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? കറണ്ട് സിറ്റുവേഷനിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമ്മളത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. അങ്ങനെയെങ്കിൽ ഒരു ആക്ഷൻ കഴിഞ്ഞ കാലത്ത്, അതായത് പാസ്റ്റിൽ തുടങ്ങിയിട്ട് വീണ്ടും അത് പ്രസൻറ്റിൽ സ്റ്റിൽ കറണ്ട് സിറ്റുവേഷനിലും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലാണ് പറയേണ്ടത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയണം. അല്ലാണ്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല.
ബിക്കോസ് അങ്ങനെ യൂസ് ചെയ്താൽ അത് ഗ്രാമാറ്റിക്കലി റോങ് ആണ്. സോ വീണ്ടും ഓർക്കുക, ഒരു ആക്ഷൻ കഴിഞ്ഞ കാലത്ത് തുടങ്ങിയിട്ട് വീണ്ടും അത് പ്രസൻറ്റ് സിറ്റുവേഷനിൽ, അതായത് പ്രസൻറ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ മാത്രമേ ഡിനോട്ട് ചെയ്യാൻ പാടുള്ളൂ. അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഡിനോട്ട് ചെയ്യാൻ പാടില്ല. സോ ഇറ്റ് ഷുഡ് ബി ദേ ഹാവ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ ഫോർ എ ലോങ് ടൈം. അവർ കുറേ നേരമായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വി ക്യാൻ നെവർ സേ ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ ഫോർ എ ലോങ് ടൈം. ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ ഫോർ എ ലോങ് ടൈം എന്ന് പറയാൻ പാടില്ല. എങ്ങനെ പറയണം? ദേ ഹാവ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ ഫോർ എ ലോങ് ടൈം. ലെറ്റ്സ് സീ വൺ മോർ എക്സാമ്പിൾ. ഷീ ഹാസ് ബീൻ റീഡിങ് ന്യൂസ് പേപ്പർ ഫോർ ദ ലാസ്റ്റ് 1 hour. അവൾ കഴിഞ്ഞ 1 മണിക്കൂർ നേരമായിട്ട് ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റില്ല? ഷീ ഈസ് റീഡിങ് ന്യൂസ് പേപ്പർ ഫോർ ദ ലാസ്റ്റ് 1 hour. കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് അവൾ ന്യൂസ് പേപ്പർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എങ്ങനെ പറയണം? ഷീ ഹാസ് ബീൻ റീഡിങ് ന്യൂസ് പേപ്പർ ഫോർ ദ ലാസ്റ്റ് 1 hour. വൈ? ബിക്കോസ് ഷീ സ്റ്റാർട്ടഡ് റീഡിങ് ഇൻ ദ പാസ്റ്റ്, അല്ലേ? കഴിഞ്ഞ കാലത്ത്, അതായത് കഴിഞ്ഞു പോയ ഒരു സമയത്ത് അവൾ ന്യൂസ് പേപ്പർ വായിക്കാൻ തുടങ്ങി. ഇപ്പോഴും അവൾ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേ പറയാൻ പാടുള്ളൂ, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് അത് എക്സ്പ്രസ് ചെയ്യേണ്ടത്. സോ വി കൻ നോട്ട് സേ, നമുക്ക് പറയാൻ പാടില്ല ഇതിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല. ഷീ ഈസ് റീഡിങ് ന്യൂസ് പേപ്പർ ഫോർ ദ ലാസ്റ്റ് 1 hour എന്ന് പറയാൻ പാടില്ല. സോ എങ്ങനെ പറയാൻ പാടുള്ളൂ? ഷീ ഹാസ് ബീൻ റീഡിങ് ന്യൂസ് പേപ്പർ ഫോർ ദ ലാസ്റ്റ് 1 hour. അവൾ കഴിഞ്ഞ 1 മണിക്കൂർ നേരമായിട്ട് ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് ഒരു വളരെ ചെറിയ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ നമ്മൾ ഇത് കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ വി ക്യാൻ സീ ടുമോറോ വിത്ത് അനദർ വീഡിയോ അബൌട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. താങ്ക് യു.